ഭൂകമ്പം ഉണ്ടാകാനുള്ള കാരണം എന്താ? 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികളെ പോലെ ലജ്ജിപ്പിക്കുന്ന രീതിയിൽ ജീവിതം മാറ്റുന്നുവോ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അള്ളാന്റെ റസൂല് പറഞ്ഞതൊന്നും തെറ്റിപ്പോയിട്ടില്ല. പ്രവാചകൻ പറഞ്ഞു, ഇദാ ലഹറ ഫീ ഖൗമിനിൽ ഫാഹിഷ, ഒരു സമൂഹത്തിൽ അനാശാസ്യ പ്രവണതകൾ വർദ്ധിച്ചു കഴിഞ്ഞാൽ അഹല്ലല്ലാഹു ബി അൻഫുസിഹിം അദാബ, അവരുടെ ശരീരത്തെ അള്ളാഹു ശിക്ഷയ്ക്ക് വേണ്ടി ഹലാലാക്കി കൊടുക്കും. ഇനി ഇവന്മാര് ജീവിക്കണ്ട. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഈ ഭൂമി നമ്മുടെ കയ്യിലല്ല, ബിയദിഹി, അള്ളാഹുവിന്റെ കയ്യിലാണ്. അവൻ തീരുമാനിക്കുമ്പോ ഈ ഭൂമി കടന്നാടും. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒരു സമൂഹത്തിൽ അനാശാസ്യ പ്രവണതകൾ വർദ്ധിച്ചാൽ ആ നാട്ടിൽ അഹല്ലല്ലാഹു ബി അൻഫുസിഹിം അദാബ, അവരുടെ ശരീരത്തെ അള്ളാഹു ശിക്ഷയ്ക്ക് വിധേയമാക്കും. ഫാഹിഷത്ത് എന്ന് പറഞ്ഞാൽ എന്താ ഫാഹിഷത്ത്? ഫാഹിഷത്ത് എന്താന്ന് പറയുന്നത് റസൂലുള്ള ഒന്നുകൂടി വിശദീകരിച്ച് പറയുന്നുണ്ട്. അള്ളാഹു അത് രണ്ടിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഇദാ ലഹറ ഫീ ഖൗമിനി സിനാ വൽരിബാ, ഇദാ ലഹറ ഫീ ഖൗമിനി സിനാ വൽരിബാ സല്ലല്ലാഹു അലൈഹിൽ മൗതാ. എന്റെ സമൂഹമേ കേട്ടിരിക്കുക, അള്ളാന്റെ റസൂല് പറഞ്ഞു, ഏതെങ്കിലും ഒരു സമൂഹത്തിൽ വ്യഭിചാരവും പലിശയും വർദ്ധിച്ചു കഴിഞ്ഞാൽ സല്ലല്ലാഹു അലൈഹിൽ മൗതാ, ആ സമൂഹത്തിന് മരണനിരക്ക് കൂടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഏതെങ്കിലും ഒരു നാട്ടിൽ വ്യഭിചാരവും മദ്യപാനവും അധികരിച്ചു കഴിഞ്ഞാൽ അവിടെ മരണനിരക്ക് കൂടാൻ തുടങ്ങും. എന്ന് പറഞ്ഞാൽ ഒരു മഹല്ലിലെങ്ങാനും ഏതെങ്കിലും ഒരു മഹല്ലിൽ വ്യഭിചാരികളും മദ്യപാനികളും അധികരിച്ചു കഴിഞ്ഞാൽ ആ മഹല്ലിലെ ഖബർസ്ഥാൻ തികയുകയില്ല. ജമാഅത്ത് കമ്മിറ്റി പിന്നെ അടുത്ത ഖബർസ്ഥാൻ മേടിക്കേണ്ടി വരും. അവിടെ മരണനിരക്ക് അടിക്കടിക്ക് കൂടിക്കൊണ്ടേയിരിക്കുമെന്ന്, അവിടുത്തെ ഖബർ വെട്ടുകാർക്ക് ജോലി കൂടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മനസ്സിലായോ പറഞ്ഞത്? അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഒരു നാട്ടിൽ, ഒരു ജില്ലയിൽ, ഒരു മഹല്ലിൽ രണ്ട് കാര്യങ്ങൾ വർദ്ധിച്ചാൽ, ഒന്ന് ഇദാ ലഹറ ഫീ ഖൗമിനി സിന, വ്യഭിചാരം, രണ്ട് വറിബ, പലിശ. ഇത് രണ്ടും വർദ്ധിച്ചാൽ സല്ലല്ലാഹു അലൈഹിൽ മൗത, ആ നാട്ടിലെ മരണനിരക്ക് കൂടും, പെട്ടെന്ന് മരിക്കും. ഏതെങ്കിലും ഒരു വീട്ടിൽ, ഒരു കുടുംബത്തിൽ പലിശ വാങ്ങിക്കുന്നവനും വ്യഭിചരിക്കുന്നവനും ഉണ്ടെങ്കിൽ ആ കുടുംബത്തിലെ ആളുകൾക്ക് ദീർഘായുസ് കുറവായിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കാരണം രണ്ട് ശുദ്ധി നഷ്ടപ്പെട്ടു പോയാൽ ഈ സമൂഹത്തിന് പിന്നെ നിലനിൽപ്പില്ല. രണ്ട് ശുദ്ധി. ഏത് ശുദ്ധി? ഒന്ന് ലൈംഗിക ശുദ്ധി, മറ്റൊന്ന് സാമ്പത്തിക ശുദ്ധി. ഈ രണ്ട് ശുദ്ധി എന്ന് നഷ്ടപ്പെട്ടു പോകുന്നു അന്ന് ഈ സമൂഹം തകരും. തീർച്ചയായും. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു ഈ രണ്ട് ശുദ്ധി നമ്മുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ നൽകി അനുഗ്രഹിക്കട്ടെ. ഒരു വീട്ടിലെ പെണ്ണ് അവൾ ലൈംഗിക ശുദ്ധിയില്ലാത്തവൾ, ആ വീട്ടിലെ പുരുഷൻ സാമ്പത്തിക ശുദ്ധിയില്ലാത്തവൻ, ആ വീട്ടിലെ ആളുകൾക്ക് ദീർഘായുസ് ഉണ്ടാവില്ല. എത്ര ദുആ ചെയ്താലും ഇത് അള്ളാഹിനോട് പറഞ്ഞേ പറ്റൂ. കാരണം എന്താ? ഈ രണ്ട് ശുദ്ധി പ്രധാനപ്പെട്ടതാണ്. ഈ രണ്ട് ശുദ്ധി നമുക്കില്ല. ലൈംഗിക ശുദ്ധിയില്ല, സാമ്പത്തിക ശുദ്ധി. ആണുങ്ങൾക്ക് സാമ്പത്തിക ശുദ്ധിയില്ല. ശുദ്ധിയുണ്ടോ? ഒരു ശുദ്ധിയില്ല. റിട്ടയർ ആയി കിട്ടുന്ന പൈസ ബാങ്കിൽ പലിശ മേടിക്കുക. റമളാൻ മാസത്തിൽ നോമ്പ് തുറക്കണം, ആ പലിശ മേടിച്ചിട്ട് കിട്ടുന്ന പൈസ മുഴുവനും കൊണ്ടുപോയി ഇടുകയാണ്. 11.5%, 12.5% പലിശ. ആ പലിശ വാങ്ങിച്ചിട്ട് കാര്യങ്ങൾ നടത്തുക, അത് ഹലാലാണ്. ഇദാ ലഹറ ഫീ ഖൗമിനി സിന വറിബ എന്ന് പറഞ്ഞാൽ ആ റിബയിൽ ഇതും പെടും. പലിശ എന്ന് പറഞ്ഞാൽ ബാങ്ക് പലിശയും വിടും. കിട്ടുന്ന സമ്പാദ്യം മുഴുവനും കൊണ്ടുപോയി ബാങ്കിലിട്ടിട്ട് ആ ബാങ്കിന്റെ പലിശ മേടിച്ച് സ്വസ്ഥമായി കൈകെട്ടിയിരുന്ന് ഭക്ഷണം കഴിച്ചാൽ, എന്റെ പൊന്നു സഹോദരിമാരെ, പൊന്നു സഹോദരങ്ങളെ, അടുത്ത പ്രാവശ്യം വാതിരങ്ങൾ എന്നെ വിളിച്ചില്ലേലും കുഴപ്പമില്ല, എനിക്കൊരു പരാതിയുമില്ല. ആ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. പലിശ കൂടുതലായിട്ട് അനുഭവിക്കുന്ന ഒരു സമൂഹം, ആ സമൂഹം പ്രകൃതിയുടെ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങുന്ന സമൂഹമാണ്. കാരണം എന്താ? ആദരവായ പ്രവാചകൻ പറഞ്ഞു, ഇഹ്ഫളുൽ അർള, ഈ ഭൂമിയെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. നിന്റെ സർവ്വ തോന്നിവാസവും കാണുന്നതാരാ? ഈ ഭൂമിയല്ലേ? ഈ ഭൂമി അത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? ആളുകൾ ഉറക്കമാണെങ്കിലും ഉണർവിലാണെങ്കിലും സർവ്വ തോന്നിവാസത്തിന് സാക്ഷി നിൽക്കുന്നതാരാ? ആരാ? ഈ ഭൂമിയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അക്രിമുൽ അർള, ഈ ഭൂമിയെ നിങ്ങൾ ബഹുമാനിക്കണേ. ഫഇന്നഹാ
ഉമ്മുക്കും, ഈ ഭൂമി നിങ്ങളുടെ മാതാവാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഈ ഭൂമിയെ നിങ്ങൾ ബഹുമാനിക്കണേ. ഇങ്ങനെ ഈ ഭൂമിയുടെ മുകളിൽ കടന്നിട്ട് നിങ്ങൾ ഇത്രക്ക് വലിയ തമ്മാടി തരങ്ങൾ കാണിക്കരുത്. ഈ ഭൂമി ക്ഷമിക്കുന്നതിനും ഒരു പരിധിയുണ്ട്. അത് നിങ്ങളുടെ ഉമ്മയാണ് ഭൂമി എന്ന് നബി മുഹമ്മദ് മുസ്തഫ. സഹോദരങ്ങളെ, ഉമ്മ ക്ഷമയുടെ പ്രതീകമാണ്. ആ ഉമ്മ സഹിക്കുന്നതിനൊരു പരിധിയുണ്ട്. അവസാനം കൽബ് തകർന്നിട്ടൊരു ഉമ്മയെങ്ങാനും ഇവൻ നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞു പോയാ ഉമ്മയുടെ കോപമുണ്ടായാൽ പിന്നെ തവിട് പൊടിയാകില്ലേ? ഈ ഭൂമി നിങ്ങളുടെ മാതാവാണ്. ഈ മാതാവിനെ നിങ്ങൾ ബഹുമാനിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഈ ഭൂമിയെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളണേ. മാമിൻ അമലിൻ ഉമില അലൈഹ ഇല്ലാ വഹിയ മുഖ്ബിറ. ഈ ഭൂമിയുടെ മുകളിൽ വെച്ച് നിങ്ങൾ എന്തൊക്കെ ചെയ്താലും അത് നാളെ അള്ളാന്റെ മുമ്പിൽ ഈ ഭൂമി വിളിച്ചു പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു സമൂഹത്തിൽ വ്യഭിചാരം വർദ്ധിച്ചു പോയാ, ഒരു സമൂഹത്തിന്റെ ലൈംഗിക ശുദ്ധി നഷ്ടപ്പെട്ടു പോയാ, അന്യപുരുഷനുമായി കാതുകൊണ്ട് കണ്ണുകൊണ്ട് സല്ലപിക്കുന്ന പെണ്ണുണ്ടായി പോയാൽ, വ്യഭിചാരമെന്ന് പറയുമ്പോൾ എന്റെ പെങ്ങളെ മനസ്സിലാക്കേണ്ടത് ഗുഹ്യസ്ഥാനത്തിന്റെ സ്പർശനം മാത്രമല്ല. അള്ളാന്റെ റസൂല് പറഞ്ഞു, കണ്ണിന് വ്യഭിചാരമുണ്ട്, കാതിന് വ്യഭിചാരമുണ്ട്, കാലിന് വ്യഭിചാരമുണ്ട്. അള്ളാന്റെ റസൂല് പറഞ്ഞു, അൽ ഐനാനി സിനാഹുമാ അന്നളുറു. രണ്ട് കണ്ണുകളാ, കണ്ണുകൾക്ക് വ്യഭിചാരമുണ്ട്. ആ കണ്ണിന്റെ വ്യഭിചാരം ഹറാമിലേക്ക് നോക്കലാണ്. അല്ലുദിനാനി, നിന്റെ രണ്ട് ചെവികൾ, ആ ചെവിക്കും വ്യഭിചാരമുണ്ട്. ആ ചെവിയുടെ വ്യഭിചാരം സിനാഹുമാ അസ്സിമാ, ഹറാമായത് കേൾക്കലാണ്. ഹറാമ് കാണുക, ഹറാമ് കേൾക്കുക. അള്ളാന്റെ റസൂല് പറഞ്ഞു, വ്യഭിചാരം എന്ന് പറഞ്ഞാൽ ആണിന്റെയും പെണ്ണിന്റെയും ഗുഹ്യസ്ഥാനങ്ങൾ തമ്മിലുള്ള സ്പർശനം മാത്രമല്ല. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, പാതിരാ സമയത്ത് മിസ്കോളിലൂടെ പരിചയപ്പെട്ട രഹസ്യകാമുകനുമായി മൊബൈൽ ഫോണിലൂടെ കാതോട് കാതോരം ചേർത്ത് നീ സല്ലപിച്ചാൽ, പാതിരാത്രി പകലാക്കി മാറ്റിയ അന്യപുരുഷന്റെ കിളിക്കൊന്തിന് നിന്റെ ചെവിയിൽ കേൾക്കുമ്പോ അത് നിന്റെ ചെവിയുടെ വ്യഭിചാരമാണ്. അത് നിന്റെ ചെവിയുടെ വ്യഭിചാരമാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അന്യപെണ്ണിന്റെ ശരീരത്തിലോട്ട് തുറിച്ചു നോക്കുമ്പോ അത് നിന്റെ കണ്ണിന്റെ വ്യഭിചാരമാണ്, കണ്ണിന്റെ വ്യഭിചാരമാണ്. അള്ളാന്റെ റസൂല് പറഞ്ഞത് വ്യാപകമായി കഴിഞ്ഞാ, ഇത് വ്യാപകമായി കഴിഞ്ഞാ, ഇതാ ലഹറഫി കൗമിനി സിനാ വൽരിബാ. വ്യഭിചാരം വർദ്ധിച്ചു കഴിഞ്ഞാൽ, വ്യഭിചരിക്കുന്ന ആണും പെണ്ണും വർദ്ധിച്ചു കഴിഞ്ഞാൽ അതാ സമൂഹത്തിന്റെ ദുരന്തത്തിന്റെ കാരണമായി മാറും. പാശ്ചാത്യ രാജ്യങ്ങൾക്ക് സംഭവിച്ചതെന്താ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞ സുനാമി ആഞ്ഞടിച്ചത് ഇന്തോനേഷ്യയിലാണ്. ആ ഇന്തോനേഷ്യയുടെ അവസ്ഥ നിങ്ങൾക്കറിയുമോ? പെണ്ണവളുടെ ശരീരം മുഴുവനും വലിച്ചെറിഞ്ഞിട്ട് ആണിന്റെ കിടക്കയിൽ പോയി കിടന്നപ്പോ ലൈംഗികത, സെക്സ് ടൂറിസത്തിന്റെ പേരും പറഞ്ഞിട്ട് ഇന്തോനേഷ്യയിലെ തൊലിവെളുത്ത പെണ്ണിന് കടന്നു വരുന്ന തൊലിവെളുത്ത സായിപ്പിന്റെ കട്ടിലിൽ ചൂടും ചൂരും പകരാനുള്ള ആയുധമാക്കി മാറ്റിയപ്പോ, ടൂറിസത്തിന്റെ പേരും പറഞ്ഞിട്ട് പെണ്ണിന്റെ ഉടുതുണി വലിച്ചെറിഞ്ഞിട്ട് അവളെ സായിപ്പിന്റെ കവാത്തിന്റെ മുമ്പിൽ പറഞ്ഞു വിട്ടപ്പോ ഇന്നത്തെ ഇന്തോനേഷ്യയുടെ അവസ്ഥ എന്താ? പെണ്ണിന്റെ സൗന്ദര്യം കണ്ടു കണ്ടു മടുത്തുപോ ഇന്തോനേഷ്യയിലെ ചെറുപ്പക്കാർക്ക് ഇന്ന് പെണ്ണു വേണ്ട, അവർക്ക് പെണ്ണിനോട് ആഗ്രഹമില്ല. നല്ല കൗമാര ചെറുപ്പക്കാരുടെ ഫോട്ടോയും ഭിത്തിയിൽ തെരിവറ്റിച്ചിട്ട് അതിലേക്ക് കൊതിയോടെ നോക്കി നിൽക്കുന്ന ഇന്തോനേഷ്യൻ യുവാക്കളുടെ സമൂഹമാണുള്ളതെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് എത്രയോ ശരിയാണ്. ഇതാ ലഹറഫി കൗമിനി സിനാ. അള്ളാഹു പറയുകയാണ്, അങ്ങനെ ഒരു സമൂഹത്തിലെ വ്യഭിചാരം വർദ്ധിച്ചപ്പോ നക്കി തുടച്ചുകൊണ്ടെടുക്കാൻ പോയെങ്കിൽ എന്റെ സഹോദരങ്ങളെ, പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് പെണ്ണിന് ലൈസൻസ് ഇല്ലാതെ വന്നപ്പോ അരമീറ്റ തുണി കൊണ്ട് ബ്ലൗസ് തയ്ച്ചാൽ അത് ഫാഷനാകുമെന്നുള്ള മുദ്രാവാക്യവുമായി ഇന്ന് നാം കാണുന്ന പെണ്ണിന്റെ അവസ്ഥ എന്താ? ലൈംഗികത എന്ന് പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട അടിഞ്ഞാട്ടം വർദ്ധിക്കുകയാണ്. ടൂറിസത്തിന്റെ പേര് പറഞ്ഞിട്ട് പാതിരാ സമയത്ത് നുരഞ്ഞു വന്നുന്ന ബിയറുകളുമായിട്ട് യേശു വിളിക്കുന്ന ചെറുപ്പ
ചെറുപ്പക്കാരുടെ നടുവില് ഇന്ന് നമ്മുടെ നാട്ടിലെ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ നടക്കുന്നത് എന്താന്ന് നിങ്ങൾക്കറിയുമോ? ഒരു ഫാമിലി ഭാര്യയും ഭർത്താവും കൂടി പഞ്ചനക്ഷത്ര ഹോട്ടലിൽ പോയാൽ ധാരാളം ഭാര്യ ഭർത്താക്കന്മാരവിടെ ഇരിക്കും. അവര് പോയാൽ ഒരു വട്ടമേശയുടെ മുമ്പിൽ അവരവരുടെ കാറിന്റെ കീ എടുത്തു വെക്കും. ഓരോ ആളുകൾ വന്നിട്ട് കീ തിരഞ്ഞെടുക്കുമ്പോ ആരുടെ കാറിന്റെ കീ ആണോ കിട്ടിയത്, ആ കീ കിട്ടിയ കാറിന്റെ ഉടമസ്ഥന്റെ ഭാര്യ താക്കോലെടുത്തവന്റെ കടപ്പുറയിൽ കിടക്കണം. അവന്റെ ഭാര്യ മറ്റൊരുവന്റെ മുമ്പിലോട്ട് കിടക്കണം. കടൽ കടന്നു വന്ന നാഗരികതയില്ലാത്ത ലോകത്തിന്റെ അധപ്പതനത്തിന്റെ സംസ്കാരം നമ്മുടെ നാട്ടിലോട്ട് കടന്നു വന്നപ്പോ സ്വന്തം ഭാര്യ കടപ്പുറയിൽ വെച്ച് മാറുന്ന പാശ്ചാത്യ അധിനിവേശം ഈ സമൂഹത്തിലോട്ട് കടന്നു വന്നപ്പോ അല്ലാഹു പറയുകയാണ്, അല്ലാഹു ബി അൻഫുസിഹിം അദാബാ. ഈ സമൂഹം ഇനി ഭൂലോകത്ത് ജീവിച്ചിരിക്കണ്ട, അവരെ ഞാൻ തകർത്തെറിയുമെന്ന് പറഞ്ഞപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, വലനുദീകന്നഹും മിനൽ അദാബിൽ ലദീനാ ദൂനൽ അദാബിൽ അക്ബർ. ഇടയ്ക്കിടയ്ക്ക് ഈ ചെറിയ ചെറിയ പ്രതിഭാസങ്ങൾ വരുന്നത് എന്തിനാ? എന്റെ പൊന്നു യുവാക്കള്, എന്റെ പൊന്നു സഹോദരിമാരെ, ലഅല്ലഹും യർജിഊൻ, അവരൊന്ന് തിരിച്ചു വരാൻ വേണ്ടി, അവരുടെ മനസ്സിലൊരു ചിന്തയുണ്ടാകാൻ വേണ്ടി. ഏതായാലും പൊന്നു ചെറുപ്പക്കാരായി ഭൂമിക്ക് കൂടുതൽ ആയുസില്ല. 2008 ലോക ശാസ്ത്രജ്ഞന്മാരുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യാൻ വന്ന സാക്ഷാൽ സ്റ്റീഫൻ ഹോക്കിംഗ് ആണ് വീൽ ചെയറിൽ ഇരുന്നിട്ട് പറഞ്ഞത്, ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പ്രപഞ്ച ശാസ്ത്രജ്ഞന് അദ്ദേഹം പറഞ്ഞു, ഈ ലോകം അവസാനിക്കാൻ പോവുകയാണ്, ഈ ലോകം തകരാൻ പോവുകയാണ്, ഈ ഭൂമിക്ക് ഇനി കൂടുതൽ ആയുസില്ല. അദ്ദേഹം പറഞ്ഞ രണ്ട് കാരണം, ഒന്ന് ആഗോള താപനമാണ്, മറ്റൊന്ന് ആണവ വികിരണമാണ്. ഒന്ന് ശ്രദ്ധിക്കണേ, കഴിഞ്ഞ യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു ഈ ലോകം അവസാനിക്കാൻ പോകുന്നു. ഒന്ന് ആഗോള താപനമാണ്, വല്ലാതെ ചൂട് വർദ്ധിക്കലാണ്, ആ ചൂടിന്റെ കെടുതികൾ നന്നായിട്ട് നാം അനുഭവിക്കുന്നു. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു ആണവ വികിരണമാണ്, അണുവായുധങ്ങൾ അന്തരീക്ഷത്തിലേക്ക് പ്രസരിക്കുക. ജപ്പാനിൽ സുനാമി ഉണ്ടായപ്പോ 4 ആണവ റിയാക്ടറുകളാണ് പൊട്ടിത്തെറിച്ചത്. അതിന്റെ അണുവായുധങ്ങൾ കടലിൽ പോലും വന്നു എന്ന് ഇന്നത്തെ മാധ്യമത്തിന്റെ വാർത്തയാണ്. എന്റെ സഹോദരങ്ങളെ, ലോകാവസാനത്തിന്റെ പ്രവചനം പോലെ സർവ്വതും നമ്മുടെ മുമ്പിലോട്ട് വന്നിറങ്ങുമ്പോ, ഈ ഭൂമി കലിതുള്ളിയാടുമ്പോ അള്ളാന്റെ ദുനിയാവിന് അള്ളാഹുവിന്റെ സ്വർഗത്തിന് വേണ്ടി ജീവിക്കാൻ ഈ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാവാ. ഇങ്ങനെ ജീവിച്ചാ മതിയോ? ഒരു മാറ്റമുണ്ടാകണ്ടേ, ഒരു മാറ്റമുണ്ടാകണ്ടേ? എന്റെ പൊന്നു ചെറുപ്പക്കാരാ, ഇലാ മത്താ ഹദതനാ ഉബിൽ ഫളീ. എത്ര നാളാ പൊന്നുമോനെ ഇങ്ങനെ ജീവിക്കുന്നത്? എന്തിനാ ഇങ്ങനെ ജീവിച്ചിട്ട് കാര്യമെന്താ? മരിച്ചാൽ വെറും കൊണ്ടുപോയി 6 മണ്ണിൽ കുടിച്ചിടാനുള്ള ജീവിതമാണെങ്കിൽ ഈ ജീവിതത്തിൽ എത്ര നാളാ ഇങ്ങനെ മുന്നോട്ട് പോവുക? മരിച്ചാലിട്ട് നന്നായിട്ട് മരിക്കണം, ജീവിച്ചാൽ അതിനേക്കാൾ നന്നായിട്ട് ജീവിക്കാൻ കഴിയണം.